നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ തിരുവനന്തപുരത്തും ഡൽഹിയിലും അണിയറ നീക്കങ്ങൾ സജീവം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം പന്ത് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി വീണ്ടും ഹൈക്കമാൻഡ് ഉടൻ ആശയവിനിമയം നടത്തും. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഘടകകക്ഷികളെയും സംസ്ഥാന നേതൃത്വത്തെയും ഹൈക്കമാൻഡ് ബോധ്യപ്പെടുത്തും. നിലവിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. സീനിയോറിറ്റിയും മുൻപ് പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്ത പാരമ്പര്യവും ചെന്നിത്തലയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനായി ഹൈക്കമാൻഡിൽ ഒരു വിഭാഗം ശക്തമായ രംഗത്തുണ്ട്. ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളുമായുള്ള അടുത്ത ബന്ധവും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിലുള്ള സ്വാധീനവും വേണുഗോപാലിന്റെ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. അവസാന നിമിഷം കാര്യങ്ങൾ വേണുഗോപാലിന് അനുകൂലമായി മാറിമറിയാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. അതേസമയം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാണ്. VD സതീശൻ തുടരണമെന്ന നിലപാടിൽ ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയാൽ ഹൈക്കമാൻഡിനത് തള്ളിക്കളയുക എളുപ്പമാവില്ല. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ നടത്തിയ പ്രകടനം ഘടകകക്ഷികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ ഗ്രൂപ്പ് വൈരാഗ്യം തെരുവിലേക്ക് പടർന്നത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും മറ്റ് നേതാക്കളുടെയും ഫ്ലക്സുകൾ കീറുകയും പരസ്യമായി പോർവിളികൾ നടത്തുകയും ചെയ്ത നടപടിയെ പാർട്ടി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വിഭാഗീയതയുടെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും KPCC ആസ്ഥാന പരിസരത്തു നിന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. തെരുവ് യുദ്ധം പാർട്ടിയുടെ വിജയത്തിന് ശോഭ കെടുത്തുമെന്ന് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനയും ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഖർഗെയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ 3 നേതാക്കളും തങ്ങളുടെ വാദമുഖങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. MLA-മാരുടെ പിന്തുണ തനിക്കാണെന്ന് വേണുഗോപാൽ അവകാശപ്പെടുമ്പോൾ സീനിയോറിറ്റിയും കീഴ്വഴക്കവുമാണ് ചെന്നിത്തല ഉയർത്തിക്കാട്ടിയത്. ഘടകകക്ഷികളുടെ വിശ്വാസം ആർക്കാണോ അവർ നയിക്കട്ടെ എന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പദവി ഇല്ലെങ്കിൽ മറ്റ് പദവികൾ വേണ്ടെന്ന നിലപാട് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. 3 പ്രമുഖ നേതാക്കളും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സമവായത്തിലൂടെ ഒരു പേര് കണ്ടെത്തുക എന്നത് ഹൈക്കമാൻഡിന് വലിയ വെല്ലുവിളിയാണ്. ഗ്രൂപ്പ് പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു കറുത്ത കുതിര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ MLA-മാരുടെയും വ്യക്തിപരമായ അഭിപ്രായം കൂടി ശേഖരിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച നഷ്ടപ്പെട്ട ഇടതുമുന്നണിയെ പിന്നലെ അധികാരത്തിലെത്തി UDF-ന് തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പ് പോര് വിനയാകുമെന്ന ആശങ്കയുമുണ്ട്. ഇതിനിടെ K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചത് ചർച്ചകൾക്ക് പുതിയ മാനം നൽകി. മുഖ്യമന്ത്രി പട്ടികയിൽ തന്റെ പേര് വിട്ടുപോയതാകാമെന്ന മുരളീധരന്റെ പരിഹാസം പാർട്ടിയിലെ ആഭ്യന്തര കലഹം എത്രത്തോളം രൂക്ഷമാണെന്നും വ്യക്തമാക്കുന്നതാണ്.